എൻഡിഎയ്ക്കൊപ്പം ചേരാൻ തൃണമൂൽ കോൺഗ്രസ് വിമതപക്ഷം. നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയുമായി ലയിക്കുമെന്ന് ടിഎംസി എംപി കാക്കോലി ഘോഷ് ദസ്തിദാർ പറഞ്ഞു. 20 എംപിമാരുടെ പിന്തുണയുണ്ടെന്ന് വിമതപക്ഷം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ അറിയിച്ചു. हमारा जो एआईटीसी के सांसद थे उनमें से 2/3 20 जन हमने अलग से बैठने का चिट्ठी दिया स्पीकर साहब को, और हमारे जो सांसद है हम 20 अभी नेशनलिस्ट सिटीजन पार्टी के साथ हम लोग मर्ज करके एनडीए के साथ काम करेंगे, प्रधानमंत्री नरेंद्र मोदी जी के हमारे अमित शाह जी के नेतृत्व में. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അർജുൻ, ടിഎംസി ലേബൽ വേണ്ട എന്നാണ് വിമത എംപിമാർ പറയുന്നത്. അപ്പോൾ പിളർപ്പ് ഇവിടെ പൂർണ്ണമാവുകയാണോ? അമൃത, അയോഗ്യത ഒഴിവാക്കാൻ ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലെ വിമതപക്ഷം എംപിമാർ നടത്തിയിരിക്കുന്നത്. ലോക്സഭയിൽ ആകെ 28 എംപിമാരാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. അതിൽ 20 പേരും വിമതപക്ഷത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സ്പീക്കറെ കണ്ട ശേഷം കാക്കോലി ഘോഷ് ദസ്തിദാർ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഒരു പ്രാദേശിക പാർട്ടിയായിട്ടുള്ള നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടിയുമായി ലയിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ എന്തായാലും ഈ വിമതപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു ലയന കാര്യം ഇതിനോടകം തന്നെ സ്പീക്കറെ അറിയിച്ചിട്ടുമുണ്ടെന്നും പറയുന്നുണ്ട്. പശ്ചിമ ബംഗാൾ, അതുപോലെ മിസോറാം, ത്രിപുര, ഈ 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയാണ് നാഷണൽ സിറ്റിസൺ പാർട്ടി. ആ പാർട്ടിക്കൊപ്പം ലയിച്ചു എന്നുള്ള കാര്യം മാത്രമല്ല, ലോക്സഭയിൽ കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബിജെപിക്കും എൻഡിഎയ്ക്കും ഒപ്പം പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകും, സഖ്യം ചേർന്ന് എൻഡിഎയ്ക്കൊപ്പം സഖ്യം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോഴെന്തായാലും വിമതപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. 11 എംപിമാരാണ് വൈകിട്ട് ഓം ബിർളയുടെ വസതിയിൽ എത്തി കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം വേണമെന്നുള്ള കാര്യം കൂടി ഇതിനോടകം തന്നെ എംപിമാർ വ്യക്തമാക്കുന്നുണ്ട്. ഉടൻ തന്നെ ഈ വിമതപക്ഷത്തിന്റെ ആവശ്യങ്ങളിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഒരു തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മമതയ്ക്കൊപ്പമുള്ള എംപിമാർ ഈ ഒരു വിമതപക്ഷത്തിന്റെ നീക്കങ്ങളെ തടയിടാൻ വേണ്ടി അവസാനവട്ട ശ്രമങ്ങളും നടത്തിയിരുന്നു. വിമതപക്ഷം എംപിമാർ സ്പീക്കറെ കാണുന്നതിന് മുൻപ് ഇത്തരത്തിൽ കീർത്തി ആസാദും അതുപോലെ തന്നെ സാഗരിക ഘോഷും സ്പീക്കറെ കണ്ടൊരു കത്ത് നൽകിയിരുന്നു. അതിൽ വിമതപക്ഷത്തിന്റെ അവകാശങ്ങൾ തള്ളണമെന്നുള്ള കാര്യമായിരുന്നു ആവശ്യം. എന്തായാലും സ്പീക്കർ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ ഉറ്റുനോക്കപ്പെടുന്നത്. അമൃത. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.